ഹലോ ഗൈസ്, SKV ഇൻസൈറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോഴേ രാവണ പ്രഭു നാളെ റിലീസിന് എത്തുവാണ്. നമുക്കറിയാം മംഗലശ്ശേരി നീലകണ്ഠൻ ലാലേട്ടൻ്റെ ഏറ്റവും നല്ല ഐക്കോണിക് ക്യാരക്ടറുകളിൽ ഏറ്റവും എൻ്റെ ഒരു ഫേവറേറ്റ് റോൾ ഇത് ക്യാരക്ടറാണ്. അതുപോലെ മംഗലശ്ശേരി നീലകണ്ഠൻ കാർത്തികേയൻ രണ്ട് റോളുകളും എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ നാളെ സിനിമ റിലീസിനെത്തുന്നു. നമ്മുടെ റീമാസ്റ്റർ ചെയ്യുന്നത് മാറ്റ്നി നൗ ആണ്. മാറ്റ്നി നൗ തന്നെ പറയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയായിരിക്കും എന്ന് മനസ്സിലാക്കാം. കാരണം ദേവദൂതൻ സിനിമ തിയേറ്ററിൽ കണ്ടവർക്ക് പെട്ടെന്ന് കത്തും. നല്ല രീതിയിലൊരു വിഷ്വൽ എഫക്റ്റ് തന്നെ, വിഷ്വലി മാത്രമല്ല സൗണ്ടും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അങ്ങനെ റീമാസ്റ്റർ ചെയ്ത് നാളെ പുറത്തിറക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ട്രെയിലർ എത്തിയിട്ടുണ്ട്, നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ചുമ്മാതല്ല, ആ കൊച്ചു തന്നെ കയറി പ്രേമിച്ചത്. ഇതിഹാസങ്ങളുടെ പുതിയ ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ആരും രാവണ സീതാ പരിണയം ഒരു നിമിഷത്തിന്റെ സവാരി ഗിരിഗിരി മാറിപ്പോയാൽ ഞാൻ തീരുമാനിച്ചു പോകും, രാവിലെ മുടക്കില്ല. വിളിച്ചടുക്കും. ഇപ്പോൾ ഈ ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യം കൂടിയുണ്ട്. നമ്മളെപ്പോഴും ലാലേട്ടൻ്റെ ഐക്കോണിക് ക്യാരക്ടർ നമ്മൾ പറഞ്ഞു. ഇപ്പോൾ നേരത്തെ മംഗലശ്ശേരി നീലകണ്ഠൻ, കാർത്തികേയൻ, ഈ സിനിമയിലെ ക്യാരക്ടേഴ്സിനെയൊക്കെ പറ്റി പറഞ്ഞപ്പോൾ പറയാൻ വിട്ടുപോയ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ നെപ്പോളിയൻ്റെ മുണ്ടക്കൽ ശേഖരൻ എന്നുള്ള ക്യാരക്ടർ. അതും ശരിക്കും പറഞ്ഞാൽ നെപ്പോളിയൻ ചെയ്ത സിനിമകളിൽ ഐക്കോണിക്, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിലും ഐക്കോണിക് ഒരു ക്യാരക്ടർ തന്നെയായിരിക്കും. ബിക്കോസ് ഭയങ്കര വില്ലൻസ് ഓടി. കാരണം എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ എസ്പെഷ്യലി ദേവാസുരത്തിലാണ് കൂടുതൽ തോന്നിയത്. ലാലേട്ട നിർത്താൻ പറ്റിയൊരു വില്ലൻ, പറ്റിയൊരു സംഭവം തന്നെയായിരുന്നു മുണ്ടക്കൽ ശേഖരൻ്റെ. ഷമ്മി തിലകനാണ് അദ്ദേഹത്തിന് സൗണ്ട് കൊടുത്തത്. അത് ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന് സൗണ്ട് പക്കയായിരുന്നു. ശരിക്കും അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുക കൂടുതലായിട്ട് ദേവാസുരത്തിൽ തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം ഒരു സീനുണ്ടല്ലോ, നമ്മുടെ നീ ഇറങ്ങണം എന്ന് പറയുന്ന ഒരു സീനുണ്ട് നമ്മുടെ ദേവാസുരത്തിൽ. ആ ഒരു സംഭവം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ക ഒരു വില്ലൻ, ലാലേട്ടൻ്റെ ഓപ്പോസിറ്റ് നിർത്താൻ പറ്റിയൊരു വില്ലൻ തന്നെയായിരുന്നു നെപ്പോളിയൻ. അദ്ദേഹത്തിൻ്റെ കരിയറിലും ഇതൊരു വലിയൊരു ബെഞ്ച് മാർക്ക് തന്നെ ആയിരുന്നു. പിന്നെ അതുപോലെ ജാനകിയുടെ ക്യാരക്ടർ അവതരിപ്പിച്ച വസുന്ധര ഉള്ളവർ, പിന്നെ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് ഇതിനകത്ത്. നമുക്ക് ഒരുപാട് പേരെ നോക്കിക്കഴിഞ്ഞാൽ ജഗദീഷ്, സുകുമാരി, ഇങ്ങനെ കുറേ ഒരുപാട് പേരെ നമുക്ക് ഇതിനകത്ത് പറയേണ്ടതായിട്ട് വരും. പിന്നെ അതൊരു സിനിമ കംപ്ലീറ്റ് എൻ്റർടൈൻമെൻ്റാണ്. ആക്ഷൻ, സോങ്സ്, റൊമാൻറ്റിക് പരിപാടികൾ എല്ലാം കൊണ്ടൊരു കംപ്ലീറ്റ് പാക്കേജിലൊരു സിനിമ തന്നെയാണ്. തിയേറ്ററിൽ എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമ, അടിച്ച് പൊളിച്ച് തകർത്ത് വാരി വരാൻ പറ്റുന്നൊരു സിനിമ തന്നെയായിരിക്കും എന്നുള്ളത്. വളരെയധികം എക്സൈറ്റഡ് ആണ്. നാളത്തെ സിനിമ നമ്മൾ കണ്ടു കഴിഞ്ഞ് വരുന്നവരെ എന്തായിരിക്കും എന്നുള്ളത് കണ്ടറിയുക തന്നെ വേണം. പിന്നെ ഞാൻ എന്തായാലും ഇതിൻ്റെ റിവ്യൂ പ്രത്യേകിച്ച് ഇടേണ്ട കാര്യമൊന്നുമില്ല. ആക്ച്വലി പക്ഷേ ഇതിൻ്റെ എക്സ്പീരിയൻസ്, ആ ഒരു തിയേറ്ററിലെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്നുള്ളത് ഞാൻ എന്തായാലും ഇടും. അപ്പം നാളെ വനിതാ വിനീതയെന്നാണ് ഞാൻ കാണുന്നത്. ഓൾമോസ്റ്റ് എൻ്റെ ഷോ ഏകദേശം ഫുള്ളാണ്. 3 ഷോ ഇപ്പോൾ ഓൾറെഡി ആഡഡ് ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് അത്യാവശ്യം ഷോസും കാര്യങ്ങളൊക്കെ കണ്ടു. എല്ലാവരും താല്പര്യമുള്ളവരൊക്കെ പെട്ടെന്ന് പോയി കാണുക. കാരണം ഇതൊക്കെ നമുക്ക് പിന്നീട് പണ്ട് കാണാൻ പറ്റാത്തവർക്കൊക്കെ വീണ്ടും ഒരു അവസരം കിട്ടുകയും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ലാലേട്ടനെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഈ രാവണപ്രഭു എന്ന സിനിമ ഇഷ്ടപ്പെടുന്ന എല്ലാവരും കാണുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട്
നമുക്ക് ഇനി കാണാം. ഞാനൊരു എക്സ്പീരിയൻസ് നോട്ട് റിവ്യൂ എക്സ്പീരിയൻസുമായിട്ട് നിങ്ങൾ മുന്നിൽ വരുന്നതായിരിക്കും. അണ്ടിൽ ദെൻ